ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് 2 ദിനവൃത്താന്തം 4-ാം പുസ്തകം നമ്മൾ വായിക്കുകയാണ്. 4-ാം അധ്യായം നമ്മൾ വായിക്കുകയാണ്. അതിൻ്റെ 3-ാം അധ്യായത്തിൽ ഇന്നലെ യെരുശലേം ദേവാലയം ശലോമോൻ പണിയുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. അത് പണിതു കഴിഞ്ഞ് 4-ാം അധ്യായത്തിൽ അദ്ദേഹം ജലസംഭരണി ഉണ്ടാക്കുകയാണ്, വലിയ ജലസംഭരണി. ഈ ജലസംഭരണി പ്രാപഞ്ചിക സമുദ്രത്തെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള സമുദ്രങ്ങളുടെ സൂചനയായിട്ടാണ് അത് നിലനിൽക്കുന്നതെന്ന് വേദപണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഭൂമിയിൽ 2/3 വെള്ളമാണ്, സമുദ്രമാണെന്ന് നമുക്കറിയാം. ആ സമുദ്രത്തിൽ നിന്നാണ് ജീവൻ്റെ അനുഭവം ഉണ്ടാകുന്നത്. അപ്പം വെള്ളം ജീവൻ്റെ പ്രതീകമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആഴത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു, ഉണ്ടാവട്ടെ എന്ന് ദൈവം പറഞ്ഞു. അപ്പോൾ എല്ലാം സൃഷ്ടി രൂപപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ വെള്ളം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകം കൂടിയാണ്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 37 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് ഉത്സവത്തിന് മഹാദിവസമായ ഒടുക്കത്തെ നാളിൽ യെരുശലേം ദേവാലയത്തിൻ്റെ മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുത്ത് വന്ന് കുടിക്കുവിൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും. ദാഹം തീർക്കുവാനുള്ളത് വെള്ളമാണ്. ആ നിത്യജീവനെ കുറിച്ചാണല്ലോ കർത്താവോട് പറഞ്ഞത്, ദാഹിക്കുന്ന ഏവരുമേ എന്നിൽ നിന്ന് വന്ന് കുടിക്കുവിനെന്ന്. അങ്ങനെ ഒരുവൻ ക്രിസ്തുവിൽ നിന്ന് കുടിച്ച് അവൻ്റെ ദാഹം തീർത്താൽ അവനിൽ നിന്ന് ജീവജലത്തിൻ്റെ നദി ഒഴുകും. ഒരുവൻ്റെ ദാഹം തീരുവാൻ പരിമിതമായ വെള്ളം മതി. നദി ഒഴുകിയാൽ നമുക്കറിയാം, അത് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലെ സകല ജീവജാലങ്ങളും പക്ഷികളൊക്കെ അത് കുടിക്കുകയാണ്. ആയതുപോലെയാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതം. ഒരുവൻ ക്രിസ്തുവിൽ നിന്ന് തൃപ്തിപ്പെട്ടാൽ അവനിലൂടെ അവനായിരിക്കുന്നതായ ഭവനം, അവനായിരിക്കുന്നതായ സമൂഹമെല്ലാം തൃപ്തിപ്പെടാൻ കാരണമായിട്ട് തീരും. അപ്പം ആ ഒരു ജീവൻ്റെ അനുഭവം, അതിനെ സൂചിപ്പിക്കുന്നതാണ് വെള്ളം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ജലസംഭരണി സ്ഥാപിച്ചത് 12 കാളകളുടെ രൂപമുണ്ടാക്കി അതിൻ്റെ പുറത്താണ്. ഈ കാളകളാണ് അതിനെ താങ്ങി നിർത്തുന്നത്. അത് പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാരുടെ സൂചനയായി നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് 12 ശിഷ്യന്മാരായി നമുക്കതിനെ കാണാവുന്നതാണ്. അവരിലൂടെയാണ് ജീവജലത്തിൻ്റെ വചനം ഈ ലോകത്തിൽ ഒഴുകുവാൻ കാരണമായത്. കർത്താവ് അതുകൊണ്ട് നമുക്കറിയാം, സ്ത്രീഹന്മാരെ തൻ്റെ പുനരുദ്ധാന ശേഷം ദൗത്യം പരമേൽപ്പിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21 മുതൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകി. അവർ മുഖാന്തരമാണ് യേശു തമ്പുരാൻ തുടങ്ങി വെച്ച് തുടരാനുള്ള സാഹചര്യമുണ്ടാക്കിയത്. അവരിലൂടെയാണ് ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടത്. അതിന് നിത്യജീവൻ്റെ വചനം അവരാണ് ലോകത്ത് പ്രഘോഷിച്ചത്. അത് മുഖാന്തരമാണ് ഞാനും നിങ്ങളും ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗമായി തീരുവാനും ഇടയായി തീർന്നത് എന്ന് നമുക്കറിയാം. അപ്പം ആ 12 സ്ത്രീഹന്മാരെ അവരുടെ മുകളിൽ ഈ ജലസംഭരണി നിൽക്കുന്നത് പോലെ
നിത്യജീവൻ്റെ അനുഭവം നിലനിൽക്കുന്ന പോലെ നമുക്കതുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇത് എന്തിനാണ് ഈ ജലസംഭരണി നമ്മൾ പറയുന്നു? പുരോഹിതന്മാർക്ക് ക്ഷാളനം ചെയ്യാൻ വേണ്ടിയായിരുന്നു. അവിടെയുള്ളതായ പാത്രങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഈ വെള്ളം കൊണ്ടാണ് കഴുകിയത് പഴയ നിയമകാലത്ത്. ഈ ക്ഷാളനമാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ പാപമോചനമായി നമുക്ക് കാണാവുന്നതാണ്. ശുദ്ധീകരണം. അതിൽ കർത്താവ് സ്ത്രീഹന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അത് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപം മോചിക്കാതിരിക്കുന്നു അത് മോചിക്കപ്പെടാതെയും ഇരിക്കും. പാപമോചന അധികാരം ദൈവത്തിന് മാത്രമുള്ളതാണ്. ദൈവത്തിന് മാത്രമേ പാപത്തെ മോചിക്കുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ ദൗത്യം, ആ അധികാരം കർത്താവ് സ്ത്രീഹന്മാർക്ക് ഇവിടെ കൈമാറുന്നുണ്ട്. കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ പാപമോചനം നടത്തുവാൻ അവരെ ദൈവം പരമേൽപ്പിക്കുന്നു. അവരിലൂടെ സഭയിൽ സ്ഥാപിതമായ കൂദാശയാണ് കുമ്പസാരം. നമ്മുടെ പാപം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പൈശാചിക പ്രകോപനങ്ങളാലും ഒക്കെ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. പാപം ചെയ്തു പോയാൽ അത് ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ വീണ്ടും ഈ വെള്ളത്താൽ ശുദ്ധീകരണം പ്രാപിച്ച അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുന്നു. അങ്ങനെ അനുദിനം ഈ കാര്യങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പം ശലോമോൻ പഴയ നിയമത്തിൽ സ്ഥാപിച്ചതായ ജലസംഭരണി ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് പാപമോചനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ നമുക്കിടയായിട്ട് തീരണം. എന്നിട്ട് പറയുന്നു, ഇത് ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയതിന് ഉപയോഗിച്ച ആ ഓടുകളുടെ അല്ലെങ്കിൽ ആ പണത്തിൻ്റെ ഒന്നും എണ്ണം ഇവിടെ രേഖപ്പെടുത്തുന്നത്, കാരണം എണ്ണപ്പെടാൻ സാധിക്കാത്ത വിധമാണ് അത് ചെയ്തത്. അത്രമാത്രം വലിയ പണം മുടക്കി അദ്ദേഹം ഇതൊക്കെ ചെയ്യാൻ കാരണം ദൈവത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാറ്റിനേക്കാൾ ഉപരി, ഭൂമിയിലുള്ള സകലത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇത്രമാത്രം ധനം അല്ലെങ്കിൽ സ്വർണം, വെള്ളി എല്ലാം മുടക്കിയതുണ്ടാക്കാനുള്ള കാരണം. ഇത് കർത്താവ് എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മാത്രമാണ് ദൈവത്തോടുള്ള സ്നേഹമാണ്. ദാവീദിനും ശലോമോനും ദൈവത്തോടുള്ള സ്നേഹവും പ്രതിബദ്ധതയുമാണല്ലോ ഇപ്രകാരം പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. കർത്താവ് പറഞ്ഞല്ലോ, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് കർത്താവ് പറഞ്ഞത് നമ്മൾ ഓർക്കുക. പ്രകാരം പൂർണ്ണമായൊരു സമർപ്പണത്തിനും ശുദ്ധീകരണത്തിനും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ മേൽ ആവശ്യിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.